നമസ്കാരം. ഷിരൂരിൽ അർജുനായുള്ള ദൗത്യം അതിന്റെ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അർജുന്റെ വാഹനത്തിന്റേതെന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഷിരൂർ ദൗത്യം നിർണായക ഘട്ടത്തിൽ. ഗംഗാവലി പുഴയിൽ നിന്ന് ടയറുകൾ കണ്ടെത്തി. ടയറുകൾ ഗ്യാസ് ടാങ്കറിന്റേതെന്ന് സംശയം. സ്ഥലങ്ങൾ വീണ്ടും മാർക്ക് ചെയ്യുമെന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ. ഇന്നലെ ലഭിച്ചത് മനുഷ്യന്റെ അസ്ഥിയല്ലെന്ന് കണ്ടെത്തൽ. എം ലോറൻസിന്റെ മൃതദേഹത്തിനരികിൽ നാടകീയ രംഗങ്ങൾ. മൃതദേഹം വിട്ടു നൽകുന്നതിനെ എതിർത്ത് മകൾ. മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ. അനാട്ടമി ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി. മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. ആശാ ലോറൻസിനെതിരെ സഹോദരൻ. രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു. മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകണമെന്ന് പിതാവ് പറഞ്ഞിരുന്നുവെന്നും സജീവൻ. അത് കുറച്ച് BJP-ക്കാർ അവിടെ വരുന്നു, അവർ ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നു, അവളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അതാണ് ഉണ്ടായത്. ഇത് നേരത്തെ തന്നെ ഈ മകളെ BJP-ക്കാർ എക്സ്പ്ലോട്ട് ചെയ്യുന്നു. പൊളിറ്റിക്കലായിട്ട് ലെഫ്റ്റ് മൂവ്മെന്റ് തന്നെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോട്ട് ചെയ്യുന്നു. ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാൾ അപ്പുറമായിട്ടുണ്ട്. പാർട്ടിക്ക് വിധേയനെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പുതിയ പോർമുഖം തുറന്ന് PV അൻവർ. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് രൂക്ഷ വിമർശനം. വാഹനം മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനോട് കയർത്തും അൻവർ. ആവേശം കൊള്ളുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ പണ്ട് അതിനു മാത്രമുള്ള പക്വത ഈ 10-60 കൊല്ലത്തെ പ്രവർത്തനത്തിലൂടെ ഞാൻ തെളിയിച്ചു. മുഖ്യമന്ത്രി എല്ലാം അറിയുന്നുണ്ടെന്ന് AK ശശീന്ദ്രൻ. പൂരം അന്വേഷണ റിപ്പോർട്ട് തള്ളി CPI. പൂരം കലക്കിയത് MR അജിത് കുമാർ എന്ന് ജനയുഗം. കലക്കിയയാളെ അന്വേഷണം ഏൽപ്പിച്ചാൽ മറിച്ച് റിപ്പോർട്ട് നൽകുമോ എന്നും ചോദ്യം. പൊങ്കാല കലക്കി തിരുവനന്തപുരം നഗരസഭ പിണറായി BJP-ക്ക് നൽകുമെന്ന് K മുരളീധരന്റെ പരിഹാസം. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നത് പോക്സോ കേസെന്ന് സുപ്രീംകോടതി. ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചാലും പോക്സോ കേസെടുക്കാം. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാൽ മാത്രം കേസെന്ന മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീംകോടതി റദ്ദാക്കി. ഷിരൂരിലെ തെരച്ചിലിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ടയറുകൾ കണ്ടെത്തിയ ടയറുകൾ ഗ്യാസ് ടാങ്കറിന്റേതാണ് എന്ന് സംശയിക്കുന്നു. ഇന്നലെ കണ്ടെത്തിയ അസ്ഥി മനുഷ്യന്റേത് അല്ലെന്ന് സ്ഥിരീകരിച്ചു. അസ്ഥി വിശദ പരിശോധനയ്ക്കായി മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഐബോൾ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ വീണ്ടും മാർക്ക് ചെയ്ത് നൽകുമെന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞു. ദൗത്യത്തിൽ പങ്കെടുക്കാൻ ഇന്ദ്രബാലൻ ഷിരൂരിലെത്തി. ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അറിവ് കിട്ടുന്നൊരു CP1 അടുത്താണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രക്ക് നമ്മുടെ പ്രകാരം CP-ൻ്റെ 4-ൻ്റെ അടുത്തായിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഇത് അവർ ചെയ്യട്ടെ. അവിടെ അവർ കുറച്ച് ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പ്രകാരം അവിടെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ CP4-ലാണ് നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടാകുന്നത്. അത് അവർക്ക് ശരിയായി പറഞ്ഞു കൊടുക്കണം. പിന്നെ അതിനെ ഡ്രഡ്ജിങ് ഓപ്പറേഷൻ എവിടെ എങ്ങനെ ചെയ്യുക, അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്നുകൂടെ അവരെ ഗൈഡ് ചെയ്യാൻ നോക്കും. അതാണ്. അപ്പോൾ അതിനെ ഇന്ന് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ ഒന്ന് പോയി കയറിയിട്ട് സംസാരിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. നമ്മുടെ ഈ ഐബോർഡ് സംവിധാനം അങ്ങനെ എന്തെങ്കിലും വേണ്ടോ? തൽക്കാലം ഐബോർഡ് വേണ്ടി വരില്ല. കാരണം ഐബോർഡ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ്സിൽ തന്നെ നമ്മൾ പോയി നോക്കണം ഫസ്റ്റ്. പിന്നെ അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഐബോർഡ്സ് കൊണ്ടുവരേണ്ടി വരും. പക്ഷെ അതിൻ്റെ ആവശ്യം വരില്ലാണ് എനിക്ക് തോന്നുന്നത്. ഈ 4 പോയിന്റിൽ ഏതൊരു പോയിന്റിൽ ഡെഫിനറ്റ്ലി വെരി ഹൈ പ്രോബിലിറ്റി നമ്മുടെ ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടാൻ.
അപ്പം നമ്മളിപ്പോൾ ഇവരെ സഹായിക്കുക എന്നുള്ളതാണ് സാർ പ്രാഥമികമായിട്ട് അതിനാണ് വന്നിരിക്കുന്നത്. കാരണം അവർ ഒരുപാട് വലിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാനും ഒരു മിനിമൽ വേസ്റ്റേജ് ഓഫ് ടൈം വെച്ചിട്ട് അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കും. അതിനാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ അവർക്ക് അതിനെ ആ മാർക്കിങ്ങിനെ വെള്ളത്തിൽ മാറ്റിയെടുക്കാൻ അവർക്ക് അറിയില്ലല്ലോ. അല്ല, നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാണ്ട് വന്നിരിക്കുന്നത്. ഇന്ദ്രബാലൻ ഈ ദൌത്യത്തിന്റെ ഭാഗമാകാനായി ശിരൂരിൽ എത്തിയതാണ്. നേരത്തെ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ വീണ്ടും മാർക്ക് ചെയ്ത് നൽകും കൂടുതൽ തെരച്ചിലിനായി എന്നതാണ് മേജർ ജനറൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ദിവസമായിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ടയറുകൾ കണ്ടെടുത്തു. 4 ടയറുകൾ ഉള്ള വാഹനത്തിന്റെ ഭാഗമാണ് ഇത്. ഗ്യാസ് ടാങ്കറിൻ്റെതെന്ന് സംശയിക്കുന്നു. അതേസമയം മരത്തടികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് അർജുന്റെ വാഹനത്തിൻ്റെതാണ് എന്ന് സംശയിക്കുന്നതാണ്. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി അവിടെ നിന്ന് KV ബൈജു ചേരുകയാണ്. ബൈജു, ഇന്ന് വളരെ നിർണായകമായ ദിവസമായിരുന്നു. തെരച്ചിലിൽ വളരെയധികം വാഹനങ്ങളുടെ ഭാഗങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞ ദിവസമാണ്. അതിൽ അർജുൻ്റേതെന്ന് സംശയിക്കുന്ന എന്തൊക്കെ കണ്ടെത്താനായിട്ടുണ്ട്? എങ്ങനെ അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നു? തീർച്ചയായും രേണുക, നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിലുള്ളത്. ഇതിൽ ഏറ്റവും ഇന്ന് കിട്ടിയത് അർജുന്റെ വാഹനത്തിന്റെ ഒരു ബമ്പർ മാത്രമാണ് ഇന്ന് ലഭിച്ചത്. പക്ഷേ അതേസമയം തന്നെ നിരവധി വസ്തുക്കൾ ഗംഗാവലി പുഴയിൽ നിന്നും ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും ഒടുവിലായി 4 ടയറുകളാണ് ഇത്തരത്തിൽ ലഭിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയുടെ ചില ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. അതിന്റെ സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും മറ്റും. ആ ലോറിയുടെ 4 ടയറുകൾ അതാണ് ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. അതിനൊപ്പം ഒരു ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ആരുടേതാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും അർജുന്റെ ബാഗ് അല്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. അതിനൊപ്പം ആ ഇലക്ട്രിക് ടവറിന്റെ കുറെ കമ്പികൾ, അത്തരത്തിലുള്ള വസ്തുക്കളാണ് ഇപ്പോൾ ആ ലോറിയിൽ നമുക്ക് കാണാം, തത്സമയം കാണാം ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് കിട്ടിയ വസ്തുക്കളൊക്കെ. ഏതായാലും അർജുന്റെ ലോറിയുടെ ഒരു ബമ്പർ, അത് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ബമ്പർ മാത്രമാണ് ഈ തെരച്ചിലിൽ ലഭിച്ചത്. ഏതായാലും ഈ ദൌത്യം ഏകോപിപ്പിക്കാനായി ഇന്ദ്രപാൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. എന്തായാലും ഐബോർഡ് ഉപയോഗിച്ചുള്ള ഒരു പരിശോധന തൽക്കാലം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം നേരത്തെ മാർക്ക് ചെയ്ത ആ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്താൻ അദ്ദേഹം നേതൃത്വം നൽകും. നാളെ മുതൽ അദ്ദേഹം ഇവിടെ സജീവമായി ഉണ്ടാകും. അദ്ദേഹം ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതരും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുന്നുണ്ട്. എന്നാലും നാളെ മുതലായിരിക്കും ഏത് രീതിയിലാണ് പുതിയ തെരച്ചിൽ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഏതായാലും ഇപ്പോൾ നേവി സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ആ സ്ഥലത്ത് നിന്നാണ് ഇത്രയും സാധനങ്ങൾ കണ്ടെത്തിയത്. ലക്ഷ്മണന്റെ കടയുടെ പിറകുവശമാണ്. ഈ വശത്താണ് വലിയ തോതിൽ ഈ വസ്തുക്കൾ കണ്ടെത്തിയത്. അപ്പോഴും അർജുന്റെ ലോറി എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ലോറിയുടെ കാര്യമായ ഭാഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. ഏതായാലും ഡ്രഡ്ജിംഗ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. നേവിയുണ്ട്, ഒപ്പം SDRFും NDRFിന്റെ സംഘങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ആ ലോറിക്ക് അരികിലേക്ക് എത്താനുള്ള ഒരു ശ്രമം, ആ ഡ്രഡ്ജിംഗ് ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, നാളെ ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ഏതായാലും നാളെ ഈ ഡ്രഡ്ജിംഗ് ഉണ്ടാകുമോ അതല്ല നാളെ ഒരു ദിവസം നിർത്തിവെക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ മുന്നറിയിപ്പാണ് ഉത്തര കന്നഡ ജില്ലയിൽ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഡ്രഡ്ജിംഗ് തുടരാനുള്ള ഒരു സാധ്യതയാണ്. കാരണം ഇന്ദ്രപാൽ കൂടി ഇന്ന് എത്തിയ ഒരു സാഹചര്യത്തിൽ ഡ്രഡ്ജിംഗ് തുടരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. 3 ദിവസമായിരിക്കുന്നു ഈ അവസാനഘട്ട ദൌത്യം തുടങ്ങിയിട്ട്. അപ്പോഴും ഈ ഡ്രഡ്ജിങ്ങിലൂടെ ലോറി കരികിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വരുന്നത്. അതായത് ഇന്നലെ കണ്ടെത്തിയ അസ്ഥി, നമ്മൾ ന്യൂസ് 18 ആ വാർത്ത ആദ്യം ഇത്തരത്തിലൊരു അസ്ഥി കിട്ടിയെന്ന വിവരം പുറത്തറിയിച്ചത്. ആ അസ്ഥി അത് മനുഷ്യന്റേതല്ല എന്ന് പ്രാഥമികമായ ഒരു നിഗമനം വന്നിരിക്കുന്നു. അത് ഇവിടുത്തെ മൃഗഡോക്ടറും അങ്ങനെ ഒരു സംഘമാണ് ഇത്തരത്തിൽ ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷേ അതിന് വിശദമായ പരിശോധന നടക്കും. അതിനായി മംഗളൂരുവിലെ DNA പരിശോധനയ്ക്കായി ലാബിലേക്ക് കൊണ്ടുപോയതായാലും അത് മൃഗത്തിന്റേതാകാമെന്ന ഒരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രതീക്ഷ കൂടി ഇല്ലായിരുന്നു. ഇനി ആകെയുള്ള പ്രതീക്ഷ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെയാണ്. കൂടുതൽ എന്തെങ്കിലും ഇതിൽ ഇപ്പോൾ ആശങ്ക ഉയർന്നിരിക്കുന്നത്, നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ മോശമാകുന്നു എന്ന ഒരു സാഹചര്യമാണ്
നാളെ ഒരുപക്ഷെ ഇതിലും മോശമാകാം കാലാവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഡ്രഡ്ജിംഗ് നടക്കുമോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് അറിയാൻ കഴിയുന്നത്? 4 ദിവസത്തേക്ക് ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ നടത്താനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. ആ സമയം നീട്ടി നൽകാനുള്ള സാധ്യതകൾ ഇപ്പോഴുണ്ടോ? നാളെ കാലാവസ്ഥ മോശമാണ് എന്ന സൂചനകൾ വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് പരമാവധി സമയം തെരച്ചിൽ എന്നതാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇനി 1-2 മണിക്കൂറുകൾ കൂടി അവിടെ തെരച്ചിൽ സാധ്യമാകും കഴിഞ്ഞ ദിവസത്തത് വെച്ച് നോക്കിയാൽ. അങ്ങനെയാണെങ്കിൽ ഒരു 6:30 വരെയോ 7 വരെയോ ഒക്കെ തെരച്ചിൽ ഇന്നത്തത് നീണ്ടുപോകുമോ? തീർച്ചയായും രേണുക 7 മണി വരെ തിരച്ചിൽ തുടരാനുള്ളൊരു സാധ്യതയുണ്ട്. കാലാവസ്ഥ നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ വലിയ തോതിൽ മഴ മേഘം മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ആ തത്സമയ ദൃശ്യം ഇപ്പോൾ എന്താണ് ഈ ശിരൂരിലെ ഒരു കാലാവസ്ഥ എന്നത് നമുക്കിപ്പോൾ അഖിൽ ഓട്ടുപാറ പകർന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അത്രത്തോളം ഇരുണ്ട ഒരു കാലാവസ്ഥ, ശക്തമായ ഒരു മഴ വരാനുള്ള ഒരു സാധ്യത. രാവിലെ മുതൽ തന്നെ നേരിയ തോതിലുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം രേണുക. കൃത്യമായി എന്താണ് ശിരൂരിൽ ഇപ്പോൾ ഏത് രീതിയിലുള്ള കാലാവസ്ഥ ആണെന്നത് അത് നമ്മൾ കഴിഞ്ഞ സമയങ്ങളൊക്കെ കണ്ടതാണ്. വലിയ തോതിലുള്ള മഴ വന്ന് അത്തരത്തിൽ ശക്തമായ മഴ, ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ളൊരു മഴ വരുന്ന സ്ഥലം. ഒപ്പം വെയിലാണെങ്കിൽ കടുത്ത ചൂടാണ് ഇവിടെ. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം രേണുക. അത്തരത്തിൽ വലിയ തോതിൽ ഇരുണ്ട് കൂടിയിരിക്കുന്നു. ഇത് ഗംഗാവലി പുഴ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് ഉത്തര കന്നഡ ജില്ലയിൽ ഈ കൊങ്കൺ മേഖലയിൽ എവിടെയെങ്കിലും മഴ വന്നാൽ ഈ വലിയ തോതിൽ ജലം ഉയരുന്ന ഒരു പുഴയാണിത്. കാരണം ആ പുഴകളെ എല്ലാ വെള്ളവും എത്തിച്ചേരുന്നത് ഗംഗാവലിയിലേക്കാണ്. പിന്നീടാണത് അടിത്തറയിലൂടെ ഇത്തരത്തിൽ സമുദ്രത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശങ്ക ഉയരുന്നുണ്ട്. പക്ഷെ അതേസമയം ഏതെങ്കിലും തരത്തിൽ അത് ഇപ്പോൾ ഒരു തെരച്ചിലുമായി ബന്ധപ്പെട്ട് തടസ്സമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ അങ്ങനെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു പ്രതികരണം വന്നിട്ടില്ല. എന്തായാലും നിലവിൽ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മണി വരെ ഈ തിരച്ചിൽ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. പരമാവധി സമയം ദൃശ്യങ്ങളിൽ തന്നെ കാണാം ബൈജു, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. പക്ഷെ അപ്പോഴും അവിടെ തെരച്ചിൽ തുടർന്നു വരികയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഡ്രഡ്ജിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രതീക്ഷ നൽകുന്ന നിരവധി സാധനങ്ങൾ, വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമുണ്ട്. ആ പ്രവർത്തികൾ ഇവിടെ തുടർന്നു വരിക തന്നെയാണ്. ബൈജു, ഇതിപ്പോൾ ഇന്ദ്രബാലൻ അവിടെ എത്തിയിരിക്കുന്നു. നാളെ അദ്ദേഹത്തിന്റെ സഹകരണം കൂടി ഈ തെരച്ചിലിനുണ്ടാകും. അപ്പോൾ ഒരു നാളെ കൂടുതൽ ശക്തമായ തെരച്ചിൽ സാധ്യമാകും എന്നൊക്കെ കരുതിയിരിക്കുന്നിടത്താണ് കാലാവസ്ഥ മോശമാകുമെന്ന ഒരു സൂചന വരുന്നത്. ഇന്ന് ഇന്ദ്രബാലൻ കണ്ടപ്പോൾ പറഞ്ഞത് CP1 CP2 കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടക്കുന്നു എന്നതാണ്. പക്ഷേ ഈ അർജുന്റേതെന്ന് സംശയിക്കുന്ന വാഹനം അതിന്റെ സിഗ്നൽ ലഭിച്ചത് CP4 എന്നും പറയുന്നു. അവിടം കേന്ദ്രീകരിച്ച് സാധ്യമാകുമോ തെരച്ചിൽ എന്നതാണ് നാളെ പരിശോധിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള പ്രതീക്ഷ CP4 ഇതിപ്പോൾ CP1 നിന്നും 2 നിന്നും നിരവധി അവശിഷ്ടങ്ങൾ ലഭിക്കുമ്പോൾ പോലും അതൊന്നും അർജുന്റെ വാഹനത്തിന്റേതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയുള്ള പ്രതീക്ഷ CP4 ചുരുങ്ങുകയാണോ? തീർച്ചയായും CP4 അതാണ് ഇന്ദ്രബാൽ വലിയ ലോഹഭാഗം കണ്ടെത്തിയ ഒരു സ്പോട്ട്. പക്ഷേ ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത് ഈ നേവി നടത്തിയ സോണാർ പരിശോധനയിൽ ഇത്തരത്തിൽ ലോറിയുടെ ഒരു സ്ഥാനം കണ്ടെത്തിയെന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഈ സോണാർ പരിശോധനയിൽ പ്രത്യേകമായും നേവി കണ്ടെത്തിയത് വലിയ തോതിൽ മണ്ണുകൾ ഈ ലോറിക്ക് മുകളിൽ, ഈ ലോഹഭാഗങ്ങൾക്ക് മുകളിൽ ഇത്തരത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന ആ മണ്ണുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തികളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ തുടർച്ചയായി ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് നടത്തുന്നത്. രേണുക സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആ CP4 ദൃശ്യങ്ങളിലേക്ക് കൂടി അഖിൽ ഓട്ടുപാറ നമുക്ക് കാട്ടിത്തരും. അതാണ് CP4 ദൃശ്യം. ഇതാണ് CP4. ഇതിന് തൊട്ടടുത്താണ് ആ ഒരു ഇന്ദ്രബാൽ മാർക്ക് ചെയ്ത സ്ഥലം. ആ മൺകൂനകളൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് വലിയ ദുഷ്കരമായ പ്രവൃത്തിയായിരിക്കും. അത്രത്തോളം മൺകൂനകൾ അവിടെയുണ്ട്, കല്ലുകളുണ്ട്. അത് മാത്രമല്ല ഇവിടെ ലക്ഷ്മണന്റെ കടയുടെ മുന്നിലുണ്ടായ വർഷങ്ങൾ പഴക്കമുള്ള വലിയ ഒരു ആൽമരമുണ്ട്. ആൽമരമൊക്കെ നീക്കേണ്ട ഒരു പ്രവൃത്തി നടത്തേണ്ടി വരും. ഏതായാലും CP4 ഇത്തരത്തിലുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ അതീവ ദുഷ്കരമായിരിക്കും. കാരണം അവിടെ ഒരു ടവർ, ആ ടവറിന്റെ ചില ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ ഈ ഡ്രഡ്ജിംഗിൽ ഇടയിൽ കിട്ടിയത്. കാരണം അതൊക്കെ വരുന്ന സമയത്ത് ഡ്രഡ്ജ് ടഗ് ബോട്ട് തന്നെ മുകളിലേക്ക് ഉയരുന്നത്, അതിന് താങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അത് ഉയരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അതീവ ദുഷ്കരമാണ് ഈ CP4 തെരച്ചിലെന്നാണ് നമുക്ക് ഇവിടെ നിന്നും നേരിട്ട് ഈ പ്രവൃത്തി കാണുന്ന ഒരാളെന്ന നിലയിൽ വിലയിരുത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ സോണാർ പരിശോധന, നേവി നടത്തിയ പരിശോധന, അതിന്റെ ഒരു കേന്ദ്രം, അത് നേരത്തെ പറഞ്ഞതുപോലെ CP1 ആ ഒരു പോയിന്റിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ ഇന്ന് മുഴുവൻ രാവിലെ മുതൽ നടത്തുന്നത്. ഈ കുടുംബവും ആവശ്യപ്പെട്ടത് ഇപ്പോൾ
ഈ നടത്തുന്ന ഈ സ്ഥലം ഇവിടെ ലോറി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തെരച്ചിൽ നടത്തണം. അത് തന്നെയാണ് നേരത്തെ ഈശ്വൽ മൽപ്പി നടത്തിയ ഒരു സ്ഥലം. അതുകൊണ്ട് ഈ CP4ലേക്ക് നാളെ മാറുമോ അല്ല ഇതേ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഇതേ സ്ഥലത്ത് തന്നെയായിരിക്കും തിരച്ചിൽ എന്നത് ഏതായാലും ഇന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്ദ്രപാൽ ഈ അധികൃതരുമായി, അതായത് ടെക് ബോട്ട് ഈ ഡ്രഡ്ജറിന്റെ ഉടമകളുമായി അധികൃതരുമായി സംസാരിക്കുകയുണ്ടായി. MLA ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം ഇവിടെ എത്തും. അവർ തമ്മിലൊരു യോഗമുണ്ടാവും. നാളത്തെ ഏത് രീതിയിലൊക്കെ ഈ തെരച്ചിൽ വേണമെന്ന കാര്യത്തിൽ എന്തായാലും ഇതുവരെ അർജുന്റെ ലോറി കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വലിയ തോതിലുള്ള ഏതെങ്കിലും ഭാഗങ്ങളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഏതായാലും ഈ ടാങ്കർ ലോറിയുടെ ഒരുപാട് ഭാഗങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നേവിയുടെ ഒരു സംഘം ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നത്. ഒരു പക്ഷേ ഇന്ദ്രപാലിനെയും കൊണ്ടാണ് ആ ഡ്രഡ്ജറിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ അല്പസമയത്തിനകം അത് കാണാം. ഡ്രഡ്ജർ കമ്പനി അധികൃതരുമായി കാര്യങ്ങൾ വിലയിരുത്താൻ നേവിയുടെ സംഘങ്ങൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ തത്സമയം കാണുന്നത്. അവർ പുഴയുടെ പല ഭാഗത്തും ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും വസ്തുക്കൾ ലഭിക്കുന്നുണ്ടോ, എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു തെരച്ചിലാണ്. അത് മാത്രമല്ല GPS പരിശോധന, സോണാർ പരിശോധന ഒക്കെ നടക്കുന്നു. ഇവർ ആ തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ തത്സമയം ഇപ്പോൾ കാണുന്നത് നേവിയുടെ ഒരു സംഘമാണ്. അവർ അവരുടേതായ രീതിയിൽ തെരച്ചിൽ നടത്തുന്നു. ഒരു ഭാഗത്ത് ഡ്രഡ്ജിംഗ് നടക്കുമ്പോൾ നേവി അവരുടെ ആ രീതിയിൽ തെരച്ചിൽ നടത്തുന്നു. ഇനി നാളെ ഈശ്വർ മൽപ്പ കൂടി എത്തുകയാണെങ്കിൽ 3 സ്ഥലത്ത് 3 പേർ നടത്തുന്ന തെരച്ചിൽ, അത്തരത്തിൽ ഊർജിതമായ ഒരു തെരച്ചിൽ നടത്തണം. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റെഡ് അലർട്ട് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നാളെ ഈ തെരച്ചിൽ നിർത്തിവെക്കുമോ വരുന്നോ 2 ദിവസത്തേക്കാണ് ഇപ്പോൾ റെഡ് അലർട്ട് പറയുന്നത്. അതിനി കൂടുതൽ ദിവസങ്ങളിലേക്ക് നീണ്ടുപോകുമോ അതൊക്കെ ഒരു ആശങ്ക ഉയരുന്നുണ്ട്. എന്തായാലും ഒരു ആശ്വാസ വാക്കുകൾ നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നില്ല ശിരൂരിൽ നിന്നും ഗംഗാവലി പുഴയുടെ കരയിൽ അർജുനായുള്ള തെരഞ്ഞെടുപ്പ് കാത്തിരിപ്പ് അത് നീളുകയാണ്. ഓരോ പ്രതീക്ഷകൾ പല ഘട്ടങ്ങളിലായി വരുമ്പോൾ പോലും പിന്നീട് അത് അകന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ന് രാവിലത്തെ തെരച്ചിലിൽ ഈ വാഹനത്തിന്റെ ഭാഗം അത് ബമ്പറിന്റെ ഭാഗം കണ്ടെത്തുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. ഇനിയുള്ള നിമിഷങ്ങളിൽ വാഹനത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. പിന്നീട് ലഭിച്ചതൊക്കെ മറ്റു വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളായിരുന്നു. ഇപ്പോഴും എന്തായാലും പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ദൗത്യം അവിടെ തുടരുകയാണ്. ബൈജു, ഈ തെരച്ചിലിൽ ഇടയ്ക്ക് ചില മരക്കഷ്ണങ്ങൾ കിട്ടി എന്ന് പറഞ്ഞിരുന്നു. കയർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച നിലയിൽ കയറിന്റെ ഭാഗങ്ങളും ഒക്കെ കിട്ടിയെന്ന് മനസ്സിലാക്കിയിരുന്നു. ആ തടിക്കഷ്ണങ്ങൾ ഇപ്പോൾ ഇനി ഇത്രയും അധികം ദിവസം കഴിഞ്ഞു പോയ സാഹചര്യത്തിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഉറപ്പിക്കുക ഒന്നും സാധ്യമല്ല എങ്കിൽ പോലും മനാഫിനെയൊക്കെ ബന്ധപ്പെടുമ്പോൾ എന്താണ് പറഞ്ഞത്? അർജുന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾക്ക് സമാനമാണോ? അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ? മനാഫൊക്കെ ഇന്നത്തെ തെരച്ചിലിൽ എത്രമാത്രം പ്രതീക്ഷയിലാണ്? തീർച്ചയായും ആ തടിക്കഷ്ണങ്ങൾ അത് അർജുന്റെ ലോറിയുടെ തന്നെയെന്ന് എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം കയർ ഉൾപ്പെടെയുള്ള വസ്തുക്കളും അർജുന്റെ ലോറിയുടെ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ മന്ത്രി, കർണാടക മന്ത്രിയുടെ ഒരു പ്രതികരണം വരുന്നു. നമുക്ക് അതിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു. ഔദ്യോഗികമായി നാളെ തെരച്ചിൽ ഉണ്ടാകുമോ അതല്ല കാർവാർ MLA ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും അവരുടെ പ്രതികരണം വളരെ വിലപ്പെട്ടതാണ്. ഇനി തെരച്ചിൽ എങ്ങനെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആ പ്രതികരണം കൂടി തേടേണ്ടിയിരിക്കുന്നു. ആ പ്രതികരണം ഒന്ന് നമുക്ക് പോകാം. രേണുക, അദ്ദേഹം അല്പസമയത്തിനകം കാണാമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇന്ദ്രപാലുമായി അവർ ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് അറിയേണ്ടത് നാളെ തിരച്ചിൽ ഉണ്ടാകുമോ അതല്ല ഈ റെഡ് അലർട്ട് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തിരച്ചിൽ 2 ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. SP ഉണ്ട്, കാർവാർ MLA ഉണ്ട്. അവരിപ്പോൾ ഇന്ദ്രപാലുമായി ഏതായാലും കാണുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു അനിശ്ചിതത്വം ഈ കാര്യത്തിൽ ഉണ്ടാകാൻ ഒരു ആശങ്കയുണ്ട് നാളത്തെ കാര്യത്തിൽ. എന്തായാലും അത് ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കാർവാർ MLA മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പോയിട്ട് വരുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. എന്താണ് ഇനി തീരുമാനം എന്ന കാര്യത്തിൽ അത് ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും എന്തായാലും എല്ലാവരുടെയും ശ്രദ്ധ ശിരൂരിൽ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. കാർവാർ MLA സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി മടങ്ങുന്നതാണ്
നമ്മൾ കണ്ടത്. അദ്ദേഹം വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചെത്തും, പിന്നീട് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആശങ്ക നാളെ തെരച്ചിൽ സാധ്യമാകുമോ എന്നത് സംബന്ധിച്ചാണ്. ഇപ്പോഴും ഷിരൂരിൽ തെരച്ചിൽ നടക്കുന്ന ഗംഗാവലി പുഴയുടെ ഭാഗങ്ങളിലൊക്കെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഉള്ളത്. ഏത് സമയം വേണമെങ്കിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത അവിടെയുണ്ട്. മഴ പെയ്താൽ അവിടെ തുടരുന്നത് പോലും വലിയ ബുദ്ധിമുട്ടാകും. അവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാധ്യമങ്ങളെ ഉൾപ്പെടെ നീക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ മഴ പെയ്ത് ജലനിരപ്പ് ഉയർന്നാൽ തെരച്ചിലും അസാധ്യമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ആ ഒരു അനിശ്ചിതത്വം അവിടെയുണ്ട്. നാളത്തെ തെരച്ചിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് അറിയേണ്ടത്. ഇന്ദ്രപാലിനൊക്കെ എത്തിയ സാഹചര്യത്തിൽ CP4 കേന്ദ്രീകരിച്ചൊക്കെ നാളെ കൂടുതൽ ശക്തമായി ഡ്രഡ്ജിംഗ് നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് കാലാവസ്ഥ വീണ്ടും വില്ലനാകുന്നത്. ആ ഒരു സാഹചര്യമാണ് KV ബൈജു ചൂണ്ടിക്കാട്ടുന്നത്. ബൈജു, ഇപ്പോഴും നമുക്ക് കാണാം അവിടെ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 7 മണിവരെയെങ്കിലും തെരച്ചിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. CP4 കേന്ദ്രീകരിച്ച് നാളെ തെരച്ചിൽ എന്ന് പറയുമ്പോൾ അതിന് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നേരത്തെ 15 അടിയിൽ കൂടുതൽ ഇപ്പോൾ അവിടെ നിന്ന് മനാഫ് മാധ്യമങ്ങളെ പറയുന്നത് അപ്പൊ കുറച്ചേരം ഇപ്പൊ വരുന്നുണ്ട് ആള്. ലോറിയുടെ കുറെ പാർട്സ് ഉണ്ട്, നമ്മളത് കുറവാ, നമ്മളതില്ല. കുറെ പാർട്സ് ഉണ്ട്. ഈ പാർട്സുകളൊന്നും നമ്മളതല്ല. ഉണ്ട്. ഉണ്ട്. ആംഗ്ലർ ബാക്ക് സൈഡില് മരങ്ങളുണ്ട്. മരം കയറ്റിയിട്ടിക്കണ്, കയറ് കയറ്റിയിട്ടിക്കണ്, കുറച്ച് ആംഗ്ലർ ഉണ്ട് ചെറിയത്. അതായത് നമ്മളെ വണ്ടീൻ്റെ അധികം പാർട്സ് ഇല്ല. നമ്മൾ ഒരു 95% മറ്റു വണ്ടികളുടെ പാർട്സുകളാണ്. എന്തായാലും രേണുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ ലോറിയുടെ കാര്യമായ ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല, കാര്യമായ സാധനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്രാഷ് ഗാർഡ്, അത്തരത്തിലുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ മാത്രമാണ് അർജുന്റെ ലോറിയുടേത് കിട്ടിയത്. ഒരു പക്ഷേ അത് വലിയ തോതിൽ ലോറി ക്രാഷ് ഗാർഡിന്റെ നമ്മളതാണെന്നുള്ളത് ഇല്ല, അത് വേറെ എന്തോന്നാണെന്ന് എന്റെ അഭിപ്രായം. നമ്മളെ ആംഗ്ലർ ഉണ്ട്, അത് നമ്മളെ വെള്ളത്തിന്റെ ടാങ്കിന്റെ അവിടെയുള്ള ആംഗ്ലറിന്റെ കൂടെ ഉള്ള സാധനങ്ങളാണ്. ഉള്ളിലുള്ള ഒരു പാർട്സും ഇല്ല. അതെ, കുറെ മറ്റു വണ്ടികളുടെ പാർട്സുകളും ഗിയർ ബോക്സിന്റെ ഭാഗങ്ങളും, അതായത് വേറെ ഏതൊരു വണ്ടി ഇഞ്ചിനടക്കം തകർന്നു പോയിക്കുന്ന അതില് ഇഞ്ചിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കുറെ ഉണ്ട്. ഓൾറെഡി ഒരു ഇഞ്ചിന് ഒന്നും ആവാത്ത എഞ്ചിനും ഉണ്ട് അവിടെ. വേറെ വണ്ടികളുടെ ഇഞ്ചിന്റെ അടിയത്തെ ഉള്ളിലുള്ള ഷാഫ്റ്റുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ ഉണ്ട്. കുറെ സാധനം ഉണ്ട് അതിൽ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇവിടെ ടാങ്കർ ട്രക്ക് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതെ അതെ അതെ. പക്ഷേ ഈ ഇന്ദ്രപാലം പറയുന്നത് സ്ട്രോങ് സിഗ്നൽ ലഭിച്ചത് ആ മൺകൂന കാണുന്ന 4ാമത്തെ പോയിന്റിലാണ് എന്നുള്ളത്. അതെ, ഇന്ദ്രപാൽ സാർ കാണാൻ വേണ്ടി പറഞ്ഞേക്കണ്. ഒന്ന് പോയി കണ്ടിട്ട് എന്താന്നുള്ളത് ചോദിച്ചു നോക്കട്ടെ. ശരി, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിനെ കാണാൻ പോവുകയാണ് വാഹന ഉടമ മനാഫ്. വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെ അർജുന്റെ വാഹനത്തിൻ്റെതായിട്ടുള്ളത് കിട്ടിയിട്ടില്ല എന്നതാണ് മനാഫ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ക്രാഷ് ഗാർഡ് ഭാരത് ബെൻസിൻ്റെതാണ്, അർജുന്റെ വാഹനത്തിൻ്റെതാണ് എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മനാഫ് പറയുന്നതനുസരിച്ച് അതും അർജുന്റെ വാഹനത്തിൻ്റെതല്ല, അങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കുറച്ച് മരക്കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്, കയറിന്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ അർജുന്റെ വാഹനത്തിലേതെന്ന് സംശയിക്കുന്നു. അതിനപ്പുറം വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടില്ല. ആൻക്ലെയർ ഉൾപ്പെടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ്. അതിലും വലിയ ഉറപ്പ് മനാഫിനില്ല എന്നാണ് തോന്നുന്നത്. വലിയ പാർട്സ് ഒന്നും തന്നെ അർജുൻ ഓടിച്ച വാഹനത്തിൻ്റെതായി കിട്ടിയിട്ടില്ല എന്നാണ് മനാഫ് സൂചിപ്പിക്കുന്നത്. ഇന്ദ്രപാലിനെ കാണാനായി മനാഫ് പോവുകയാണ്. ഒരുപക്ഷെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാർവാർ MLA സതീഷ് കൃഷ്ണ സൈൽ അദ്ദേഹവും തിരിച്ചെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ നാളത്തെ സാഹചര്യം എന്താണ് എന്നത് അറിയാൻ കഴിയും. ഇപ്പോൾ KV ബൈജു വീണ്ടും തുടരുകയാണ്. ബൈജു, മനാഫ് സംസാരിക്കുമ്പോൾ അതിൻ്റെ ക്രാഷ് ഗാർഡ് പോലും ഇപ്പോൾ ബെൻസിൻ്റെതാണോ എന്ന്, അല്ലെങ്കിൽ അർജുന്റെ വാഹനത്തിൻ്റെതാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം പറയുന്നു. ഒരുപാട് സാധനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഡ്രഡ്ജിങ്ങിൽ, പക്ഷേ അതൊന്നും അർജുന്റെ വാഹനത്തിൻ്റെതല്ല എന്ന് മനാഫ് പറയുകയാണ്. ഒരു പക്ഷേ വാഹനം തകർന്നിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചനയായിരിക്കുമോ അത്
ഈ വാഹന അവശിഷ്ടങ്ങൾ കിട്ടുന്നില്ല എന്നത് വാഹനം പൂർണ്ണമായും തകർന്നിട്ടില്ല എന്നതാണോ സൂചിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അവർ നോക്കിക്കാണുന്നത്? മനാഫിന്റെ വാക്കുകളിൽ ആത്മവിശ്വാസം കുറയുന്നത് പോലെയുണ്ട്. അതേസമയം ഇന്ദ്രപാലിനെ കാണട്ടെ എന്നും പറയുന്നു. എന്താണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും മനാഫിന്റെ വാക്കുകൾ വലിയ നിരാശ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത്. അദ്ദേഹം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെയും ഈ പ്രതികരിച്ചത്. പക്ഷേ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചത് ആ സ്ഥലം, ആ സോണാർ സിഗ്നൽ ലഭിച്ച സ്ഥലം, അവിടെ തിരച്ചിൽ നടത്തിയാൽ ഏതെങ്കിലും തരത്തിൽ ഈ ലോറിയിലേക്ക് എത്താൻ കഴിയുമെന്നായിരുന്നു. ഏതായാലും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഈ ടാങ്കർ ലോറിയുടെ ഒരുപാട് ഭാഗങ്ങളാണ് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി 2 ദിവസമായി കണ്ടെത്തിയിരിക്കുന്നത്. അത് വലിയ തോതിൽ തകർന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു സ്ഫോടനം നടന്നതായി. അപ്പോഴും അർജുന്റെ ലോറി വലിയ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ഉൾപ്പെടെ നേവിയുടെയും അതുപോലെ തന്നെ മറ്റ് ദൌത്യ സംഘാംഗങ്ങളും പറയുന്നത്. ആ സൂചനയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യം വരുന്നത്. കാരണം അതിന്റെ ഏതെങ്കിലും കാര്യമായ ഒരു ഭാഗം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ട്രേ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഈ ക്രാഷ് കാർഡ് പോലും, അതായത് ബമ്പർ പോലും അർജുന്റെ വാഹനം എന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ ഇപ്പോൾ മനാഫ് അല്പസമയം മുമ്പാണ് ഡ്രഡ്ജറിലേക്ക് പോയത്. ഡ്രഡ്ജറിൽ പോയി അത് കൃത്യമായി നോക്കിയതിനു ശേഷമാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അതുപോലും അദ്ദേഹത്തിന്റെ ഈ വാഹനമാണെന്ന് കണ്ടെത്താൻ, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ അദ്ദേഹത്തിന് അർജുന്റെ വാഹനത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കാൻ എന്തായാലും അദ്ദേഹത്തിന് തയ്യാറായിട്ടില്ല. ഏതായാലും ഇപ്പോൾ ലഭിച്ച വാഹനം, അതായത് 4 ടയറുകളാണ് ഇന്ന് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം 2 ടയറുകൾ ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം ടാങ്കർ ലോറിയുടേതാണ്. അപ്പോഴും മനാഫ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഒരു എഞ്ചിൻ പൂർണ്ണമായും തകർന്ന നിലയിൽ, അത് അർജുന്റെ വാഹനമല്ല, പക്ഷെ മറ്റൊരു വാഹനത്തിന്റെ എഞ്ചിൻ കൂടി അവിടെ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞു. അതും അർജുന്റെ വാഹനത്തിനല്ല. അങ്ങനെയെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഈ ഗംഗാവലി പുഴയിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാം. ഒരു സ്കൂട്ടർ ഇന്നലെ ലഭിച്ചിരുന്നു. അത് ഈശ്വർ വലപ്പം നടത്തിയ തെരച്ചിലാണ്. ആ സ്കൂട്ടർ നേരത്തെ ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ അപകടത്തിൽ മരണപ്പെട്ട അവരുടെ ഭാര്യ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറാണെന്ന് ഏതായാലും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഒരുപാട് വാഹനങ്ങൾ ഈ ഗംഗാവലി പുഴയിൽ നിന്നും ഇപ്പോൾ വീണ്ടും വീണ്ടും കണ്ടെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോഴും അർജുന്റെ വാഹനം എവിടെയെന്ന ഒരു ചോദ്യമാണ് വരുന്നത്. ഏതായാലും ഇന്ദ്രപാൽ ഈ ഏകോപനത്തിനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ദ്രപാൽ എല്ലാവരെയും കണ്ടതിന് ശേഷം, കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നാളെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ CP4-ലായിരിക്കുമോ തെരച്ചിൽ നാളെ? അതല്ല, ഇപ്പോൾ ഇന്ന് നടത്തുന്ന അതേ സ്ഥലത്ത് കൂടുതൽ മണ്ണുകൾ മാറ്റി ആ ലോറിക്കരികിലേക്ക്, അല്ലെങ്കിൽ അവിടെ ലോറിയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കാനാണ് എന്നതാണ് ഇനി അറിയേണ്ടത്. കാലാവസ്ഥ ഏതായാലും ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥ കൂടി വരുന്നതോടുകൂടി ഈ തെരച്ചിൽ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കാർവാർ MLA അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ എന്തായാലും CP1-ഉം CP2-ഉം കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടന്നത്. കുറേയധികം അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വാഹനങ്ങളുടേത്. പക്ഷേ അതൊന്നും അർജുന്റെ വാഹനത്തിന്റേതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മരക്കഷ്ണങ്ങളും കയറും അത് മാത്രമാണ് അർജുന്റെ വാഹനത്തിലേതെന്ന് സംശയിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞത്. ഇനി നാളെ തെരച്ചിൽ ഉണ്ടാകുമോ, സാധ്യമാകുമോ, കാലാവസ്ഥ പ്രതികൂലമാകുമോ എന്ന ചില ആശങ്കകൾ കൂടി അവിടെ നിലനിൽക്കുന്നു. അതിന്റെയൊക്കെ തീരുമാനം ഇന്ദ്രപാലിനുമായിട്ടും ഒപ്പം തന്നെ കാർവാർ MLAയും നടത്തുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും മനസ്സിലാകുക. KV ബൈജു ആണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. വേദികളിൽ